നമസ്കാരം. നമുക്കിന്ന് കൊട്ടം ചുക്കാദി തൈലത്തെ പരിചയപ്പെടാം. കേരള ആയുർവേദ സമ്പ്രദായ പ്രകാരം രൂപകൽപ്പന ചെയ്ത ആയുർവേദ ഔഷധ തൈലമാണ് കൊട്ടം ചുക്കാദി തൈലം. പ്രശസ്ത ആയുർവേദ ഗ്രന്ഥമായ സഹസ്രയോഗത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള തൈലമാണ് കൊട്ടം ചുക്കാദി തൈലം. പ്രധാനമായും കഴുത്തുവേദന, നടുവേദന, നീരോട് കൂടിയ സന്ധിവേദന, മുട്ടുവേദന എന്നിവയ്ക്കെല്ലാം ഈ തൈലം ഉപയോഗിക്കാം. തീഷ്ണ ഉഷ്ണമായ മരുന്നുകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതിൽ ചേർത്തിരിക്കുന്ന മിക്ക മരുന്നുകളും പെട്ടെന്ന് മാംസത്തിലും എല്ലിലും ഇറങ്ങിച്ചെന്ന് ഗുണം തരുന്നവയാണ്. വളരെ പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തൈലം കൂടിയാണ് കൊട്ടം ചുക്കാദി തൈലം. പുളിയിലയുടെ ചാറാണ് ഇതിലെ പ്രധാന ചേരുവ. ഇതിനോടൊപ്പം നീര് കുറയ്ക്കുന്ന ദേവദാരു, കൊട്ടം, ചുക്ക്, വഴമ്പ്, വെളുത്തുള്ളി, മുരിങ്ങയുടെ തൊലി, കാർതൊറ്റി, ചിറ്റരത്ത എന്നിവ പൊടിയായി ചേർക്കുന്നു. ഇവയെല്ലാം തന്നെ എള്ളെണ്ണയിൽ പാകം ചെയ്ത് അരിച്ച് എടുക്കാവുന്നതാണ്. കൊട്ടം ചുക്കാദി തൈലം ഇതിലെ മിക്ക മരുന്നുകളും വേദന സംഹാരികളും നീരിനെ കുറയ്ക്കുന്നതുമാണ്. ഇത് കുളിക്കുന്നതിന് മുമ്പ് ചെറുതായി ചൂടാക്കി വേദനയുള്ള ഭാഗങ്ങളിൽ തേക്കുക. അതിനുശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നീരും വേദനയും കുറയ്ക്കും. ശരീരത്തിന് ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യും. കൂടുതലായി കഴുത്തുവേദന, പേശിവേദന, സ്പോണ്ടിലോസിസ്, ടെന്നീസ് എൽബോ എന്നിവയിൽ ഉണ്ടാവുന്ന നീരും വേദനയും കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം പേശികളിൽ ഉണ്ടാകുന്ന തരിപ്പ്, മരവിപ്പ്, മസിൽ പിടുത്തം, പേശികളുടെ സ്തംഭനം, കല്ലിപ്പ്, വീക്കം എന്നിവയ്ക്ക് അത്യുത്തമം. സ്പോണ്ടിലോസിസ് പോലുള്ള രോഗങ്ങളിൽ മസിലുകൾക്ക് വീക്കവും മരവിപ്പും കല്ലിപ്പും ഉണ്ടാകാറുണ്ട്. ഈ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ചൂടാക്കിയ കൊട്ടം ചുക്കാദി തൈലം ആ ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് വളരെ നല്ലതാണ്. സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ടെന്നീസ് എൽബോ പോലുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കാം. ആയുർവേദ ചികിത്സാരീതികളായ ധാര, കടിവസ്തി, ജാനുവസ്തി എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്നു. സയാറ്റിക്ക, മയാൽജിയ, സ്പോണ്ടിലോസിസ്, കഴുത്തുളുക്ക്, ടെന്നീസ് എൽബോ എന്നീ രോഗങ്ങൾക്ക് അത്യുത്തമം. ബർസൈറ്റിസ്, തോളിലെ എല്ലിൻ്റെ സ്ഥാനം മാറൽ, വൈറൽ ഫീവറിന് ശേഷമുള്ള ശരീരവേദന, പേശിവേദന എന്നിവയ്ക്ക് ഉപയോഗിക്കാം. ചൂടാക്കി ഉപയോഗിച്ചാൽ ഗുണം കൂടും. വളരെ ചുരുക്കം ചില ആയുർവേദ മരുന്നുകൾ മാത്രമേ ടെന്നീസ് എൽബോ, സ്പോണ്ടിലോസിസ്, മയാൽജിയ, ബർസൈറ്റിസ് എന്നിവയ്ക്ക് ശമനം നൽകൂ. അതിൽ പ്രധാനപ്പെട്ട തൈലമാണ് കൊട്ടം ചുക്കാദി തൈലം.